ഹായ് ഗൈസ്, വെൽക്കം ടു Salesforce മലയാളം. നമുക്കിന്ന് ആപ്പ് എക്സ്ചേഞ്ച് എന്താണെന്ന് നോക്കാം. ആപ്പ് എക്സ്ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലേസാണ്. അവിടെ നമുക്ക് സെയിൽഫോഴ്സിന് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. സോ സെയിൽഫോഴ്സിനകത്ത് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനെ ആക്സസ് ചെയ്യാനും അതിനെ ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആപ്പ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ആപ്പ് എക്സ്ചേഞ്ചിൽ നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻസിനെ നമ്മൾ മാനേജ്ഡ് പാക്കേജസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ മാനേജ്ഡ് പാക്കേജ് എന്ന് വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ആപ്ലിക്കേഷനാണ്, ഇത് ആപ്പ് എക്സ്ചേഞ്ച് നമുക്ക് കിട്ടുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള എല്ലാ കോഡിങ്ങും എല്ലാ സെറ്റിങ്സും ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് അതിനകത്ത് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആൾട്രേഷൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ്ലി സെയിൽഫോഴ്സിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആപ്പ് എക്സ്ചേഞ്ചിനകത്തുനിന്ന് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സെയിൽഫോഴ്സിലോട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഗിൻ പേജ്. ഇവിടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ലാൻഡിംഗ് പേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ബട്ടൺസ് ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ ആപ്പ് ലോഞ്ചർ എന്ന് വിളിക്കുന്നത്. ഈ ആപ്പ് ലോഞ്ചർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെയിൽഫോഴ്സിനകത്തുള്ള ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ആ ആപ്ലിക്കേഷനകത്തോട്ട് പോകുന്നതായിരിക്കും. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആപ്പ് എക്സ്ചേഞ്ചിലേക്കാണ് പോകേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്പ് ലോഞ്ചർ തന്നെ ക്ലിക്ക് ചെയ്യാം. അതിലേറ്റവും താഴെ വ്യൂ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇതിനകത്ത് നമുക്ക് സെയിൽഫോഴ്സിലുള്ള മുഴുവൻ ആപ്ലിക്കേഷൻ്റെയും ലിസ്റ്റായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വിസിറ്റ് ആപ്പ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ആപ്പ് എക്സ്ചേഞ്ചിലേക്ക് ലോഗിൻ ആവുന്നതായിരിക്കും. സോ ആപ്പ് എക്സ്ചേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പല കാറ്റഗറീസ് ഉണ്ട്. ഇതിനകത്ത് ആപ്സ് ഉണ്ട്, കോമ്പോണൻസ് ഉണ്ട്, കൺസൾട്ടൻസ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ആപ്സാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സോ ആപ്സിനകത്തുള്ള മോർ എന്ന് പറയുന്ന ബട്ടൺ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവാം. ഇപ്പം നമ്മൾ സെയിൽഫോഴ്സിലെ ഓൾ ആപ്സ് എന്ന് പറയുന്ന ടാബിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പ് എക്സ്ചേഞ്ചിനകത്ത് നമുക്ക് സെയിൽഫോഴ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഇപ്പം നമുക്ക് ഫെമിലിയർ ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ട്, അതാണ് സൂം. അതുകൊണ്ട് നമുക്ക് സൂം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. സോ സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ കാണാം അത് ഫ്രീ ആണ്. സോ ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിൽഫോഴ്സിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ താഴോട്ട് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് ഉള്ള കോമ്പോണൻസിൻ്റെ ഡീറ്റെയിൽസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്കൊരു ബട്ടൺ കാണാം, ഗെറ്റ് ഇറ്റ് നൗ. നമുക്കത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്കൊരു പോപ്പപ്പ് വരും. അതായത് നമ്മളിത് ഓൾറെഡി ലോഗിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതേ ഓർഗിലേക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഈ പോപ്പപ്പിനകത്ത് അലോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. നമുക്ക് അലോ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ചോദിക്കും. ഒന്നുകിൽ നമുക്ക് ഇതേ ഓർഗിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെല്ലാം നമുക്കൊരു സാൻഡ് ബോക്സ് ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സ്ക്രീൻ വന്നു. ഇതിൽ ഞാൻ ഇൻസ്റ്റാൾ ഹിയർ എന്ന് പറയുന്ന ബട്ടൺ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് താഴെ എഗ്രിമെൻ്റ് ഓപ്ഷൻസ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം, കൺഫേം ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഏതൊക്കെ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റാൾ ഫോർ അഡ്മിൻ ഓൺലി എന്നാണ്. ഈ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിന് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇൻസ്റ്റാൾ ഫോർ ഓൾ യൂസേഴ്സ്. ഇത് സെലക്ട് ചെയ്താൽ സെയിൽഫോഴ്സിനകത്തുള്ള എല്ലാ പ്രൊഫൈൽസിനും ഈ ഒരു ആപ്ലിക്കേഷനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എല്ലാ പ്രൊഫൈൽസിനും കൊടുക്കേണ്ട ആവശ്യമില്ല, പകരം നമുക്ക് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഫൈൽസിന് മാത്രം അസൈൻ ചെയ്യണമെങ്കിൽ ആ രീതിയിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷവും നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാനിവിടെ ഇൻസ്റ്റാൾ ഫോർ ഓൾ യൂസേഴ്സാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ താഴേക്ക് നോക്കിയാൽ വ്യൂ കോമ്പണൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഏതൊക്കെ കോമ്പണൻ്റാണ് ഈ പാക്കേജിനകത്ത് ഓൾറെഡി ബിൽറ്റ് ഇൻ ആയിട്ട് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ബണ്ടിലിനകത്ത് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്ന കോമ്പോണൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ്. സോ ഇതെല്ലാം തന്നെ കസ്റ്റം കോമ്പോണൻസ് ആണ്. ഇതെല്ലാം നമ്മുടെ സെയിൽഫോഴ്സിനകത്ത് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ നമുക്കിത് ക്ലോസ് ചെയ്യാം, എന്നിട്ട് ഇൻസ്റ്റാൾ സെലക്ട് ചെയ്യാം. സോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു പോപ്പപ്പ് വന്നു, അതായത് അപ്രൂവ് തേർഡ് പാർട്ടി ആക്സസ്. അതായത് ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണല്ലോ, അപ്പോൾ ഇത് അപ്രൂവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും. അത് നമ്മൾ കൺഫേം ചെയ്യണം. അപ്പം ഇത് നമ്മുടെ ഓർഗിനകത്തേക്ക് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും, ഒരു 10 to 15 മിനിറ്റ്സ് എന്തായാലും എടുക്കും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇത് കൺഫേം ആയതിനു ശേഷം, അതായത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരുന്നതായിരിക്കും. അതിന് വേണ്ടി നമ്മുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യാം.
സോ ഇത് ഇൻസ്റ്റാൾ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ നമുക്ക് ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ പാക്കേജ് സൂം ഫോർ ലൈറ്റ്നിങ് ഇൻസ്റ്റാൾ സക്സസ്ഫുൾ എന്ന് പറയുന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സെയിൽസ്ഫോഴ്സിലെ ഇൻസ്റ്റാൾഡ് പാക്കേജസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെറ്റപ്പിൽ പോവാം. അവിടെ ഈ ക്വിക്ക് ഫൈൻഡ് ബോക്സിനകത്ത് ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾഡ് പാക്കേജസ് എന്നൊരു ഓപ്ഷൻ വരും. ഇപ്പം നോക്കിക്കേ, ഇതിനകത്ത് ഒരേ ഒരു ഇൻസ്റ്റാൾഡ് പാക്കേജേ ഉള്ളൂ. അതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സൂം. അപ്പോൾ നോക്കി ഇത് മാനേജ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മാനേജ്ഡ് എന്ന് എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ കോമ്പണൻസും നമുക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കോഡ് എഴുതി ഈ പാക്കേജിന് വേണ്ടി അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണലി വർക്കൊന്നും ചെയ്യേണ്ട, നമുക്ക് ഡയറക്റ്റ്ലി ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ മാനേജ്ഡ് പാക്കേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കിനി സെയിൽസ്ഫോഴ്സ് ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജ് എവിടെയാണെന്ന് മനസ്സിലായി. നമുക്കിനി അതിൻ്റെ കോൺഫിഗറേഷൻ എവിടെയാണെന്ന് നോക്കാം. സോ സെയിൽസ്ഫോഴ്സിൽ അത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പ് ലോഞ്ചറിലോട്ട് പോവുക. അവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ആപ്പ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, സൂം അഡ്മിൻ ഫോർ ലൈറ്റ്നിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഗറേഷൻ പേജ് ഓപ്പൺ ആയി വരും. ഇതാണ് സൂമിൻ്റെ കോൺഫിഗറേഷൻ പേജ്. സോ ഈ ആപ്ലിക്കേഷനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫെസിലിറ്റീസ് ഇതൊക്കെയാണ്. നമുക്ക് സൂം ഫോണുണ്ട്, മീറ്റിംഗ് ഉണ്ട്, വെബിനാർ ഉണ്ട്, ഇവൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കോൺഫിഗർ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് കോൺഫിഗർ ചെയ്യണം. സോ അഡ്മിൻ എന്ന് പറയുന്ന പ്രൊഫൈലിൻ്റെ അല്ലെങ്കിൽ അഡ്മിൻ ടാസ്ക് ആണിത്. സോ അഡ്മിൻ ഒരു സെയിൽസ്ഫോഴ്സിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മാനേജ്ഡ് പാക്കേജസ് കസ്റ്റമറിന് വേണ്ടിയിട്ട് കോൺഫിഗർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് അഡ്മിൻ്റെ ഒരു പ്രധാന ജോലി. അപ്പോൾ ഇത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം സെയിൽസ്ഫോഴ്സിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ ആപ്പ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.